ഏറെ ബഹുമാനായ അധ്യക്ഷൻ, പ്രിയപ്പെട്ട അനിലണ്ണൻ, വേദിയിലുള്ള ഷംസുദ്ദീൻ സാറ്, എം വി ചേച്ചി അടക്കമുള്ള ഒരുപാട് ബഹുമാനികളായ ആൾക്കാർ വേദിയിലും സദസ്സിലും ഒക്കെ ഇരിപ്പുണ്ട്. ഈ വേദിയിൽ ഒരു ഉദ്ഘാടനത്തിന് നിൽക്കാൻ എന്നെക്കാളും ഒരുപാട് വലിയ അർഹതയുള്ള മനുഷ്യർ ഒരുപാട് നിൽക്കുമ്പോഴത്തേക്കാണ് ഒരു ജാഗ്രതയുടെ ഉപായണിഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുന്നത്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മൾ ഏതെങ്കിലും ലോകത്തിന്റെ മൂലയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ യുദ്ധത്തെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കുമോ, നാളെ നേരം വിളിക്കുമ്പോഴത്തേക്ക് അമേരിക്ക യുദ്ധം അവസാനിപ്പിക്കുമോ എന്നുള്ള ചോദ്യം. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അത് അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് ഈ വൈകുന്നേരത്ത് ഈ തിരക്കിന്റെ മാത്രമാണ് യുദ്ധം. ഞാൻ വംശം എന്ന് പറയുന്ന നാടകത്തിൽ എഴുതിയ ഡയലോഗ് കൂടി, അയാൾ അവരുടെ അനുഭവങ്ങൾ പറയുന്ന കാര്യമാണ്. അയാള് ശ്രീലങ്കക്കാരനാണ്. അയാള് അജ്മാനിന്റെ കുറച്ച് അകത്ത് ഭാഗത്തെവിടെയോ ജോലി ചെയ്യുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ 1990-കളില് കുറെ ഉള്ളിലാണ്. നമുക്ക് ഇന്നത്തെ പോലെ ഫോൺ സംവിധാനമൊന്നുമില്ല. അപ്പോ പോസ്റ്റ് ഓഫീസുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് അവരുടെ നാട്ടിൽ ഫോണുള്ളൂ. അപ്പൊ ഇയാള് കല്യാണം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നതാണ്. പിന്നെ അവരുടെ നാട്ടിൽ നിരന്തരം യുദ്ധമാണ്. തമിഴ് പുലികളും ശ്രീലങ്കൻ പട്ടാളവും തമ്മിൽ യുദ്ധമാണ് നിരന്തരം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഈ ഫോൺ സംവിധാനം ഇല്ലാതെ ലെറ്ററുകൾ മാത്രമാണ്. 90-കളുടെ ആരംഭമാണ്. അയാൾ കഥ പറയുകയാണ് ഫോണിൽ കൂടെ എത്തിച്ച്. അങ്ങനെ ഇടയ്ക്ക് കിട്ടാതെയോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ 2-3 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ഏതെങ്കിലും ക്യാമ്പുകളിൽ ഇത് വിളി വരുന്നത്. അങ്ങനെ ഇയാൾ കിട്ടാതെയായി വിളിക്കുന്നു, ആരെയും കിട്ടുന്നില്ല. ഇയാൾ കുറച്ച് ഉള്ളിലാണ് താമസിക്കുന്ന, കുറച്ച് മരുഭൂമിയുള്ള പ്രദേശത്താണ്. വിളിക്കുന്നു, കിട്ടുന്നില്ല. ഇയാൾ സോണായിരുന്നെങ്കിൽ 2-3 ദിവസമായിട്ട് വീട്ടിനകത്ത് ഒരു ചെറിയ പലവ്യഞ്ജനം പോലും ഇല്ലാതെ, ഒന്നുള്ള അരി പോലും ഇല്ലാതെ കടകളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ 2-3 കിലോമീറ്റർ അപ്പുറത്തൊരു അല്പം 1/2 കിലോ അരി കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തേക്ക് നമ്മളൊരു കൊച്ചു മകനെ, അല്ലെങ്കിൽ 10 വയസ്സുള്ള ചെക്കനെ, 12 വയസ്സുള്ള ഒരു മകനെയോ മകളെയോ ഒരു ചെറിയ കവറും കൊടുത്ത് ഒളിച്ച് സൂക്ഷിക്കപ്പെട്ട് അരി വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ട് തിരിച്ചു വാങ്ങി വീട്ടിൽ എത്താതിരിക്കുന്നതിന്റെ പേരാണ് യുദ്ധം. വിശന്ന് നിലവിളിച്ചിട്ട് എന്തെങ്കിലും ഒരു നിവൃത്തിയുണ്ടോ, വെള്ളമെങ്കിലും കുടിക്കാനുണ്ടോ എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് ഇരുളിന്റെ മറവിലേക്ക് നമ്മുടെ പ്രായമായ മാതാപിതാക്കളോ അപ്പനമ്മമാരോ പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് 10 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ജംഗ്ഷനിൽ ഒരു, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് 8 വയസ്സുകാരനോ 10 വയസ്സുകാരനോ 10 വയസ്സുകാരിയോ കളിക്കാൻ വേണ്ടി തൊട്ടടുത്ത മൈതാനത്തേക്ക് പോയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോലീസിന്റെ ഓഫീസേഴ്സ് വന്നിട്ട് അവിടെ സ്ഫോടനം നടന്ന് കുറച്ച് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതിലൊരു 6-7 കുട്ടികളുണ്ട്, നിങ്ങളുടെ കുട്ടി അതിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒരു വെരിഫിക്കേഷൻ വേണമെന്ന് പറയും വിളിച്ചുകൊണ്ട് പോകുന്നതിന് അതിന്റെ പേരാണ് യുദ്ധം. കവിതയുടെ ആലങ്കാരിക പ്രഭാഷണത്തിന്റെ പേരല്ല യുദ്ധം. അതിഭീകരമായ അവസ്ഥയാണ്. റോഡൊന്ന് ക്രോസ് ചെയ്യാൻ വേദന സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ആണെന്ന് തോന്നുന്ന എമ്പതിയുടെ പേരാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഒരു മനുഷ്യൻ ഒരു കൂട്ടമായിട്ടോ ഒറ്റയ്ക്കോ കൂട്ടമായിട്ടോ മനുഷ്യൻ അവന്റേതായ കുറ്റം കൊണ്ട് അല്ലാതെ വേദനിക്കപ്പെട്ട് കഴിഞ്ഞാൽ രാത്രി ഒന്ന് കിടക്കുന്ന സമയത്ത് 1/2 മിനിറ്റ് നേരത്തേക്കെങ്കിലും അത് നമ്മളെ അസ്വസ്ഥമാക്കുന്നെങ്കിൽ അതിന്റെ പേരാണ്, ആ എമ്പതിയുടെ പേരാണ് മനുഷ്യത്വം.